നെൽകർഷകരെ സഹായിക്കാൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ സഹകരണ സംഘങ്ങൾ വഴി നെല്ല് സംഭരിച്ച് കർഷകർക്ക് ഒരാഴ്ചയ്ക്കകം തുക കൈമാറാൻ തീരുമാനം. ആദ്യം പാലക്കാടും പിന്നീട് സംസ്ഥാന വ്യാപകമായും നടപ്പിലാക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. മന്ത്രിമാരായ വി.എൻ. വാസവനും എം. ബി. രാജേഷും കെ. കൃഷ്ണൻകുട്ടിയും സഹകരണ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് നിർണായക തീരുമാനം. കർഷകരിൽ നിന്നും സഹകരണ സംഘങ്ങൾ നെല്ല് ഏറ്റെടുക്കും. പാലക്കാട്ടെ 31 സഹകരണ സംഘങ്ങൾ സംഭരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ഇന്ന് ഞങ്ങളുടെ 3 മന്ത്രിമാർ ചേർന്ന് വിളിച്ചു ചേർത്ത യോഗം ജില്ലയിലെ പ്രമുഖരായ എല്ലാ സഹകാരികളും പങ്കെടുത്തിരുന്നു. അതിൽ പങ്കെടുത്ത സഹകരണ സംഘങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയും 31 സഹകരണ സംഘങ്ങൾ നെല്ല് സംഭരിക്കാൻ തയ്യാറാണെന്ന് അവർ യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു. സഹകരണ സംഘങ്ങൾ മില്ലുകാരുമായി സഹകരിച്ച് നെല്ല് അരിയാക്കി സപ്ലൈകോയ്ക്ക് നൽകും. സംഭരണ തുക നൽകാനാവാത്ത സാഹചര്യമെങ്കിൽ കേരള ബാങ്ക് സഹായിക്കും. കേന്ദ്ര സർക്കാർ പണം നൽകാത്തതാണ് സംഭരണത്തിന് പ്രശ്നമായതെന്ന് മന്ത്രി എം. ബി. രാജേഷ് പറഞ്ഞു. ഈ പ്രതിസന്ധിയുടെ മുഴുവൻ മുഖ്യ കാരണം എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് കുടിശ്ശിക തരാത്തതാണല്ലോ. കേന്ദ്ര ഗവൺമെന്റ് 1400 കോടി ഇപ്പോൾ കുടിശ്ശിക ബാക്കിയാണ്. 2200 കോടി ഉണ്ടായിരുന്നതാണ്. ഇതാണ് കാരണം. അതിന് പകരം നേരിട്ട് നെല്ലെടുക്കുന്നത് പോലുള്ള നാടകങ്ങൾ നടത്തിയിട്ട് കാര്യമുണ്ടോ? കുടിശ്ശിക നൽകിയല്ലേ ചെയ്യേണ്ടത്. കൈരളി ന്യൂസ്, പാലക്കാട്.